പേര് നിയ. മലയാള മനസ്സിൽ ഭാവനകളുടെയും ചിന്തകളുടെയും ദർശനങ്ങളുടെയും അനുസൃതമായ പ്രവാഹം സൃഷ്ടിച്ച ഒ.വി. വിജയനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ മലബാർ MSPയിൽ ഉദ്യോഗസ്ഥനായിരുന്ന വേലുക്കുട്ടിയുടെയും കമലാക്ഷി അമ്മയുടെയും മകനായി ഒ.വി. വിജയൻ ജനിച്ചു. മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ MA ജയിച്ച ശേഷം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി. പഠനകാലത്ത് തന്നെ എഴുത്ത്, കാർട്ടൂൺ, ചിത്രരചന എന്നിവയിൽ താൽപ്പര്യം പ്രകടമായിരുന്നു. ചെറുകഥാരംഗത്തും നോവൽ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് ഒ.വി. വിജയൻ മലയാള സാഹിത്യത്തിൽ പകരക്കാരില്ലാത്ത ഇതിഹാസകാരനായി മാറിയത്. വൃദ്ധനും നിസ്സഹായനുമായ വെള്ളായി അപ്പൻ്റെ കഥ പറഞ്ഞ കടൽത്തീരത്ത്, ചെങ്ങന്നൂർ വണ്ട, 21-ാം നൂറ്റാണ്ട്, കാറ്റ് പറഞ്ഞ കഥ, അശാന്തി തുടങ്ങിയ കഥകളിലെല്ലാം തന്നെ മനുഷ്യജീവിതത്തിലെ എക്കാലത്തെയും സംഗതികളെ വിജയൻ മനോഹരമായി ചിത്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ കഥകളിലും വേറിട്ട ആഖ്യാന സവിശേഷത ദർശിക്കാം. കഥാരചനയിൽ നിന്നും നോവൽ രചനയിലേക്ക് തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസം നോവൽ സാഹിത്യത്തെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ കലാതിവർത്തിയായ ഈ നോവൽ മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയായി പരിഗണിക്കപ്പെടുന്നു. പിന്നീട് എഴുതിയ ഗുരുസാഗരം, തലമുറകൾ, പ്രവാചകന്റെ വഴി എന്നീ നോവലുകളിലെല്ലാം തന്നെ വ്യക്തിയും സമൂഹവും അനുഭവിക്കുന്ന മഹാവ്യസനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും മനുഷ്യാവബോധത്തിൻ്റെ ചലനങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. ഈ നോവലുകളിലൂടെ ഒ.വി. വിജയൻ പുതിയൊരു വായനാനുഭവമാണ് സാഹിത്യ ലോകത്തിന് തുറന്നു കാട്ടുന്നത്. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എഴുത്തിലും കാർട്ടൂണുകളിലൂടെയും നിശിതമായി വിമർശിച്ച ഇന്ത്യൻ എഴുത്തുകാരിൽ ഒരാൾ വിജയനാണ്. ഇത്തിരി നേരമ്പോക്ക്, ഇത്തിരി ദർശനം ഇതിനു തെളിവാണ്. കാർട്ടൂൺ, ലേഖനം, ഓർമ്മക്കുറിപ്പ്, നോവൽ, ചെറുകഥ എന്നീ രംഗങ്ങളിൽ നിരവധി കൃതികൾ അദ്ദേഹം സമ്മാനിച്ചു. കൂടാതെ ഒ.വി. വിജയനെ തേടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡുകൾ, മുത്തട്ട് വർക്കി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ തുടങ്ങി നിരവധി ബഹുമതികളെത്തി. 2003 രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് പത്മഭൂഷണം അദ്ദേഹം സ്വീകരിച്ചു. 2005 മാർച്ച് 30 ഹൈദരാബാദിൽ വെച്ച് ഒ.വി. വിജയൻ അന്തരിച്ചു. വായനക്കാരുടെ ഹൃദയത്തിലേക്ക് ഇനി എത്ര കഥാപാത്രങ്ങൾ കടന്നു വന്നാലും കടൽ തീരത്തിലെ വെള്ളായി അപ്പനെയും, ഖസാക്കിലെ രവിയെയും, ഗുരുസാഗറിലെ കുഞ്ഞുണ്ണി നായരെയും വായനാലോകം ഒരിക്കലും മറക്കില്ല. അവർക്ക് ജീവൻ നൽകിയ എഴുത്തുകാരനെയും. നന്ദി, നമസ്കാരം.